നമ്മൾ ഈ വചനം പലയാവർത്തി വായിച്ചത് കൊണ്ട് നമുക്ക് അത്ഭുതം മിസ്സിംഗ് ആണ്. പക്ഷെ പുതിയതായിട്ട് വായിക്കുന്ന പോലെ വായിച്ചു നോക്കുകയെ, ഞാൻ ചൊല്ലിക്കൂട്ടുന്ന കുറേ പ്രാർത്ഥനയും എൻ്റെ ഭക്താഭ്യാസങ്ങളും മാത്രമായി എൻ്റെ സ്പിരിച്വാലിറ്റി ചുരുങ്ങിപ്പോകുന്നത് അപകടമാണ്. സ്നേഹമുണ്ടെന്ന് പറയുന്ന ബന്ധങ്ങളിൽ പരാതികൾ ഏറുന്നുണ്ടെങ്കിൽ, പരിഭവങ്ങൾ ഏറുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹത്തെ തന്നെ നിങ്ങളൊന്ന് ആത്മശോധനയ്ക്ക് വിഷയമാക്കണേ. വേറൊരാളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇത് ഭയങ്കര പരിമിതിയാണ്, എന്തൊരു സ്ട്രഗിളാണിത്. പക്ഷേ അത് അയാൾക്ക് ബലിയർപ്പിക്കുന്ന ഫീലാണ്. ഇത് അതിസ്വാഭാവിക ദർശനങ്ങളും അത്ഭുത പ്രവൃത്തികളും മാത്രമാണ് വിശുദ്ധി എന്ന് ധരിച്ചു പോകരുതേ. പ്രാർത്ഥനകൾ, 100,000 പ്രാർത്ഥനകൾ, ദൈർഘ്യമുള്ള പ്രാർത്ഥനാ നേരങ്ങൾ, ഒത്തിരി സ്ഥലത്ത് പോയി ധ്യാനങ്ങൾ, ഭയങ്കര കുട്ടികളുടെ ശൈലിക്ക് ചേരാത്ത ഒരു കൈൻഡ് ഓഫ് ടോർച്ചറിങ് എക്സ്പീരിയൻസ്. അവിടെ 2-3 സംശയങ്ങളുള്ളത്. ഒന്ന്, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാകരുത് കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. ഓരോ അപ്പനും അമ്മയും മറിയത്തെ പോലെയാകണം. എന്താ അത്? നമ്മുടെ ഉള്ളിൽ മിശിഹായ ഉണ്ടെങ്കിൽ സ്നാപകനെ തുള്ളിക്കളിപ്പിക്കേണ്ട, സ്നാപകൻ തന്നെ കുതിച്ച് ചാടിക്കോളും. മിശിഹായുടെ സാന്നിധ്യത്തിൻ്റെ തിരിച്ചറിവിൻ്റെ ആഘോഷമാകണം ക്രിസ്ത്യാനിറ്റി. അത്തരമൊരു ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി കുടുംബങ്ങളിൽ, കുഞ്ഞുങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയണ്ടേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാളിന് ഒരുക്കമായി ഫീഡ് മൈ ഷീപ്പ് യൂട്യൂബ് ചാനൽ നിങ്ങൾക്കായി ഒരുക്കുന്ന 15 ദിവസത്തെ ശുശ്രൂഷ, വാക്കിംഗ് വിത്ത് മേരി ഫ്രം ഇറ്റേണിറ്റി ടു ഹെവൻ. നിത്യതയിൽ നിന്ന് സ്വർഗത്തോളം പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ നടത്തുന്ന യാത്രയുടെ 4ാമത്തെ ദിവസത്തിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഈ കഴിഞ്ഞ 3 ദിവസങ്ങൾ ധ്യാനിച്ച് പൂർത്തിയാക്കി. ആദ്യമായിട്ട് കാണുന്നവർ ഞാൻ സൂചിപ്പിക്കാറുള്ളത് പോലെ 1-ാം ദിവസം തൊട്ട് ധ്യാനിച്ചു വരണം. നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കണം. പ്രത്യേകിച്ച് ഇന്നലത്തെ നമ്മുടെ പരിശുദ്ധ അമ്മയുടെ സമ്മതം പറച്ചിലിൻ്റെ ധ്യാനമൊക്കെ ഇന്നത്തെ ലോകത്ത് അത് വല്ലാണ്ട് അത്യാവശ്യമാണ്. ദൈവിക പദ്ധതിക്ക് നമ്മൾ സറണ്ടർ ചെയ്യേണ്ടത്. ഫസ്റ്റ് ഡേ ഇറ്റ് വാസ് വണ്ടർ. ഓരോ ദിവസത്തിനും ഒരു വാക്കുണ്ടെന്ന് ഞാൻ പറഞ്ഞു. ഫസ്റ്റ് ഡേ ഇറ്റ് വാസ് വണ്ടർ. സെക്കൻഡ് ഡേ ഇറ്റ് വാസ് പ്യൂരിറ്റി. ശുദ്ധതയിൽ മറിയത്തെ ഒരുക്കി, പ്രിപ്പറേഷൻ. തേർഡ് ഡേ ഇറ്റ് വാസ് സറണ്ടർ. ദൈവിക പദ്ധതിക്ക് മറിയം കീഴ്പ്പെടുന്ന, ഫിയാത്ത് എന്ന് പറയുന്നത്. ഇന്ന് 4ാം ദിവസം. മെയിൻ വേർഡ് നമ്മൾ മുഴുവനായും ധ്യാനിക്കുമെങ്കിലും പ്രധാനപ്പെട്ട വാക്ക് ജോയ്, ആനന്ദമാണ് പ്രധാനപ്പെട്ട വാക്ക്, ജോയ്. ഇപ്പോൾ ഈ 1, 2, 3, 4 ഇട്ടൊക്കെ വന്നാൽ നമുക്ക് 15 ദിവസം എത്തുമ്പോൾ ഈ 15 വാക്കുകളിൽ തന്നെ ധ്യാനത്തിൻ്റെ കണക്ഷൻസ് നമുക്ക് കിട്ടും. നമ്മൾ ഇന്നലെ കണ്ടു തീർത്തത് മറിയം സമ്മതം പറയുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, തിരുഹിതം പോലെ എന്നിൽ നിറവേറപ്പെടട്ടെ. അതിൻ്റെ ബാക്കിയായി നമ്മൾ പ്രതീക്ഷിക്കുന്നത്, നമ്മൾ ഈ വചനം പലയാവർത്തി വായിച്ചത് കൊണ്ട് നമുക്ക് അത്ഭുതം മിസ്സിംഗ് ആണ്. പക്ഷെ പുതിയതായിട്ട് വായിക്കുന്ന പോലെ വായിച്ചു നോക്കുകയെ, ഈ ഒരു സ്റ്റോറി, ഇങ്ങനൊരു സംഭവം ഇതിനു മുമ്പ് കേട്ടിട്ടേയില്ല. നമ്മൾ എന്തായിരിക്കും എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അത് കഴിയുമ്പോൾ എന്ത് നടക്കും? മറിയം മെല്ലെ രാജകീയമായ ഒരു വിശ്രമത്തിലേക്ക് പ്രവേശിക്കും. അതല്ലേ വേണ്ടേ? എ റോയൽ റെസ്റ്റ്. ദൈവപുത്രൻ്റെ അമ്മയാകാൻ തെരഞ്ഞെടുപ്പ് കിട്ടിയവൾ, വചനം മാംസമായി അവളുടെ ഉള്ളിൽ രൂപപ്പെട്ട് കഴിഞ്ഞു. ഇനി അവൾ പ്രവേശിക്കേണ്ടത് രാജകീയമായ വിശ്രമത്തിലേക്കല്ലാതെ പിന്നെന്താണ്? മാലാഖമാർ ഇറങ്ങി വന്ന് അവളെ ശുശ്രൂഷിക്കും. എല്ലായിടത്തു നിന്നും അഭിനന്ദന പ്രവാഹം അവളെ തേടിയെത്തും. പക്ഷെ അവിടെയാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്ന ഒരു വാക്യം. ലൂക്കാ 1:39. ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ള ഒരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, വേഗം ഉത്തരം പറ. ഒന്ന് പോസ് ചെയ്തിട്ട് ആൻസർ പറഞ്ഞിട്ട് ബാക്കി കണ്ടാലും മതി. ഈ വാക്യത്തിൽ നിങ്ങൾക്ക് ഏറ്റവും സ്ട്രെസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്ന വാക്ക് ഏതാണ്? ഞാൻ ഇടവക ധ്യാനമൊക്കെ നടത്തുമ്പോഴും വചനം പഠിപ്പിക്കുമ്പോൾ ഇതുപോലെ ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചുകൊണ്ടിരിക്കും, എങ്ങോട്ടാണ് നിങ്ങളുടെ ശ്രദ്ധ പോകുന്നത്? ഏത് വാക്കിനാണ് സ്ട്രെസ് കൊടുക്കണമെന്ന് തോന്നുന്നത്?
ആ ദിവസങ്ങളിൽ മറിയം യൂദയായിലെ മലമ്പ്രദേശത്തുള്ളൊരു പട്ടണത്തിലേക്ക് തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ഏത് വാക്കാണ്? തിടുക്കത്തിൽ. ഷീ വെൻറ്റ് ഇൻ ഹേസ്റ്റ്. തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ആ തിടുക്കം എന്തിനെയാണ് സൂചിപ്പിക്കുന്നറിയാമോ? സാവകാശം, മെല്ലെ നടന്നു പോയാൽ മതി. പക്ഷെ മറിയം പോയത്, അതിവിടെ ഒരു ആഡ്ജക്റ്റീവ് കൊടുത്തിരിക്കുന്നു, ഒരു വിശേഷണം കൊടുത്തിരിക്കുന്നു. മറിയം തിടുക്കത്തിൽ യാത്ര പുറപ്പെട്ടു. ലവ് നെവർ വാക്സ് സ്ലോലി. സ്നേഹം ഒരിക്കലും മന്ദഗതിയിൽ നടക്കില്ല. സ്നേഹം ഒരിക്കലും മെല്ലെ നടക്കില്ല. ലവ് നെവർ വാക്സ് സ്ലോലി. ലവ് ഡസ് നോട്ട് പോസ്റ്റ്പോൺ ഗുഡ്നസ്. സ്നേഹം ഒരിക്കലും നന്മയെ നീട്ടിവെക്കില്ല. നോർത്ത് നോക്കിയത്, ലവ് നെവർ വാക്സ് സ്ലോലി. സ്നേഹത്തിന് മെല്ലെ നടപ്പ് ഇല്ല. ലവ് നെവർ പോസ്റ്റ്പോൺ ഗുഡ്നസ്. സ്നേഹം നന്മയെ നീട്ടിവെക്കില്ല. ലവ് നെവർ വെയിറ്റ്സ് ഫോർ കൺവീനിയൻസ്. സ്നേഹം സൗകര്യത്തിന് വേണ്ടി കാത്തിരിക്കില്ല. ശരിക്കും നമ്മുടെയൊക്കെ ജീവിതത്തിലും അപ്ലൈ ചെയ്യണം. സ്നേഹമുള്ളിടത്ത് വേഗതയുണ്ടാകും കാര്യങ്ങൾക്ക്. ലവ് നെവർ വാക്സ് സ്ലോലി. ലവ് നെവർ പോസ്റ്റ്പോൺ ഗുഡ്നസ്. നന്മയായ ഒന്നിനെ സ്നേഹം ഒരിക്കലും നീട്ടിവെക്കില്ല. നന്മയാണോ ഉടനെ ചെയ്യും. ആൻഡ് ലവ് ഡസ് നോട്ട് വെയിറ്റ് ഫോർ കൺവീനിയൻസ്. കാര്യങ്ങൾ ഒത്തുവന്നില്ല, സൗകര്യമില്ലായിരുന്നു, അതൊന്നും സ്നേഹത്തിൻ്റെ ഭാഷയല്ല. സ്നേഹം സൗകര്യത്തിന് വേണ്ടി കാത്തു നിൽക്കില്ല. സ്നേഹം അങ്ങ് തുനിഞ്ഞിറങ്ങും. സ്നേഹം തുനിഞ്ഞിറങ്ങിയതാണ് മലഞ്ചെരുവിലുള്ള, യൂദയായിലെ മലഞ്ചെരുവിലുള്ള ഇളയമിയ എലീശയുടെ ഭവനത്തിലേക്ക് മറിയം നടന്നു കയറിയത്. അതിനെക്കുറിച്ച് വിശേഷിപ്പിക്കുന്ന ഇങ്ങനെയാണ്: ലവ് ഡിസ്കവേർഡ് ക്രൈസ്റ്റ്. സ്നേഹം മിശിഹായെ കണ്ടെത്തി. സ്നേഹത്തിന് ആ മിശിഹായെ ഉള്ളിലൊതുക്കി വയ്ക്കാൻ കഴിഞ്ഞില്ല. ലവ് ഡിസ്കവേർഡ് ക്രൈസ്റ്റ് ആൻഡ് ലവ് കുഡിൻറ്റ് ഹോൾഡ് ക്രൈസ്റ്റ് വിത്തിൻ ഇറ്റ് സെൽഫ്. നാച്ചുറലി ഫ്ലോഡ് ഔട്ട്വേർഡ്സ്. സ്വാഭാവികമായി ആ സ്നേഹം പുറത്തേക്ക് ഒഴുകി. നമുക്കുള്ള ഇന്നത്തെ ധ്യാനത്തിൻ്റെ ഒന്നാമത്തെ പാഠം എന്താണെന്നറിയാമോ? ഇത് വളരെ പ്രാക്ടിക്കലാണ്. പ്രത്യേകിച്ച് നമ്മുടെ സ്പിരിച്വൽ സർക്കിളിൽ, നമ്മുടെ സ്പിരിച്വൽ ജേർണിയിൽ, ആത്മീയ യാത്രയിൽ വളരെ പ്രസക്തമായ ഗൗരവമുള്ള ഒരു കാര്യം പറയട്ടെ. ക്രിസ്ത്യൻ ലൈഫ് ഈസ് നോട്ട് ജസ്റ്റ് അബൌട്ട് പേഴ്സണൽ ഡിവോഷൻസ്. ക്രിസ്തീയ ജീവിതമെന്ന് പറയുന്നത് സ്വകാര്യ ഭക്തി മാത്രമായി ചുരുങ്ങിപ്പോകരുത്. ഇന്ന് അങ്ങനെ ആയിപ്പോകുന്നുണ്ട് കുറേ പേർക്കെങ്കിലുമൊക്കെ, നമ്മളിൽ പലർക്കും. ക്രിസ്ത്യൻ ലൈഫ് ഈസ് എൻഡിങ് ആസ് പേഴ്സണൽ ഡിവോഷൻസ്. ഞാൻ ചൊല്ലിക്കൂട്ടുന്ന കുറേ പ്രാർത്ഥനയും എൻ്റെ ഭക്താഭ്യാസങ്ങളും മാത്രമായി എൻ്റെ സ്പിരിച്വാലിറ്റി ചുരുങ്ങിപ്പോകുന്നത് അപകടമാണ്. ഓതൻറ്റിക് എൻകൗണ്ടർ വിൽ നാച്ചുറലി ലീഡ് അസ് ടു മിഷൻ. ഈശോയുമായി ആധികാരികമായ ഒരു കണ്ടുമുട്ടൽ നമ്മൾ നടത്തിയിട്ടുണ്ടെങ്കിൽ, അത്തരമൊരു കണ്ടുമുട്ടൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ, സ്വാഭാവികമായി ആ കണ്ടുമുട്ടൽ നമ്മെ ഒരു ശുശ്രൂഷയിലേക്ക്, ഒരു ദൗത്യത്തിലേക്ക് നയിക്കും. ഇവിടെ മറിയത്തിൻ്റെ ഉള്ളിൽ ഈശോ വന്നിട്ട്, വചനം മാംസമായി അവളുടെ ഉള്ളിൽ എത്തിയിട്ട് അധികം നേരമായിട്ടില്ല, അധികം ദിവസമായിട്ടില്ല. അപ്പോൾ കുറച്ച് നാളെ ആയിട്ടുള്ളൂ. പക്ഷേ ആ കുറച്ച് ദിവസം, കുറച്ച് നേരം എന്നതിനെ പരിമിതിയായി മറിയം കാണുന്നില്ല. ഈശോയിൽ അവൾ നിറഞ്ഞിട്ട് അവൾ ക്യാരിയിങ് ജീസസ് ടു അനദർ ഹോം. അവളുടെ ഉള്ളിൽ വന്ന ഈശോയെ അവൾ മറ്റൊരിടത്തേക്ക്, മറ്റൊരു ഭവനത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇവിടെ നമുക്കുള്ള ആത്മശോധന എന്താണെന്നറിയാമോ? എനിക്ക് ലഭിച്ച ദൈവാനുഭവത്തിൽ, എൻ്റെ പ്രാർത്ഥനാനുഭവങ്ങളിൽ, എൻ്റെ ആത്മീയ ശൈലികളിൽ തൃപ്തിപ്പെട്ട് കണ്ടൻറ്റ് ഫീലോടുകൂടി ഞാൻ അങ്ങനെ ഇരിക്കുകയാണോ? അതോ am I carrying Jesus to someone else? ഞാൻ അനുഭവിച്ച ഈശോയെ, ഞാൻ കണ്ടുമുട്ടിയ കർത്താവിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ എനിക്ക് കഴിയുന്നുണ്ടോ? അതോ എന്നിൽ ആരംഭിച്ച് എന്നിൽ എൻ്റെ ആത്മീയാത്ര അവസാനിച്ച് പോവുകയാണോ? ഇത് ആത്മശോധനയുടെ വിഷയമാണ്. ഇനി ഓർക്കേണ്ടത്, മറിയം എലിസബത്തിൻ്റെ ഭവനത്തിലേക്ക് പോയത് വിചാരിച്ചേക്കരുത് ഉച്ചഭക്ഷണം കഴിഞ്ഞ് ഒരു മയക്കവും കഴിഞ്ഞ് എന്നാൽ പിന്നെ ഒരു ഈവനിങ് വാക്ക് ആയേക്കാം, ഒരു സായാഹ്ന നടത്തമായേക്കാം എന്ന് വിചാരിച്ചു മറിയം നടന്നു കയറിയതല്ല എലിസബത്തിൻ്റെ വീട്ടിലേക്ക്. നസ്രത്തിൽ നിന്ന് യൂദയായിലെ മലഞ്ചെരിവിലുള്ള ആ വീട്ടിലേക്ക് 150ഓളം കിലോമീറ്റർ ഉണ്ട്. 150ഓളം കിലോമീറ്റർ കുന്നും ചെരിവുമായി കിടക്കുന്ന പ്രദേശം, അപകടങ്ങൾ പതിയിരിക്കുന്ന വഴി,
കഠിനമായ പാത. അതിലൂടെയാണ് ഒരു ചെറുപ്പക്കാരിയായ സ്ത്രീ അവളുടെ ഗർഭാവസ്ഥയിൽ യാത്ര ചെയ്തത് എന്നോർക്കണം. അവിടെ നമുക്കുള്ള അടുത്ത ധ്യാനം വരികയാണ്. ലവ് മെഷേഴ്സ് ഡിസ്റ്റൻസ് ഡിഫറൻ്റ്ലി. സ്നേഹം ദൂരത്തെ അളക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. സ്നേഹമില്ലാത്ത ഒരാൾക്ക്, ചിന്തിച്ചു നോക്കിക്കേ, സ്നേഹമില്ലാത്ത ഒരാൾക്ക് 150 കിലോമീറ്റർ വല്ലാത്ത ദൂരമാണ്. ആ വഴി ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവിടെയൊക്കെ ഒത്തിരി അപകടമൊക്കെ ഉണ്ട്. സ്നേഹമുള്ളൊരാൾക്ക് ലവ് മെഷേഴ്സ് ഡിസ്റ്റൻസ് ഡിഫറൻ്റ്ലി. സ്നേഹം ദൂരത്തെ അളക്കുന്നത് വ്യത്യസ്തമായിട്ടാണ്. ഈ സ്നേഹിക്കുന്നുവെന്ന് പറയുന്ന ബന്ധങ്ങളിൽ അത് ദാമ്പത്യ ജീവിതമാകാം, അത് സഹോദര ബന്ധമാകാം, അത് സൗഹൃദമാകാം, അത് മാതാപിതാക്കളും മക്കളും തമ്മിൽ, മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധങ്ങളാകാം. ഏത് ബന്ധം? സ്നേഹമുണ്ടെന്ന് പറയുന്ന ബന്ധങ്ങളിൽ പരാതികൾ ഏറുന്നുണ്ടെങ്കിൽ, പരിഭവങ്ങൾ ഏറുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സ്നേഹത്തെ തന്നെ നിങ്ങളൊന്ന് ആത്മശോധനയ്ക്ക് വിഷയമാക്കണേ. ഇനി പറയുന്ന സെൻറ്റൻസ് അത് കമൻറ്റിൽ പറ്റുന്നവരൊക്കെ അത് കുറിച്ചിടുക, അതിനെ ധ്യാനിക്കുക. അത് ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ കുറിച്ചിടാൻ പറ്റുന്നവർ ചെയ്യുക. When love is genuine, inconvenience becomes sacrifices. സ്നേഹം ആത്മാർത്ഥമാകുമ്പോൾ പരിമിതികൾ ബലിയർപ്പണങ്ങളായി മാറും. വേറൊരാളുടെ കണ്ണിലൂടെ നോക്കുമ്പോൾ ഇത് ഭയങ്കര പരിമിതിയാണ്, എന്തൊരു സ്ട്രഗിളാണിത്. പക്ഷേ അത് അയാൾക്ക് ബലിയർപ്പിക്കുന്ന ഫീലാണ്. എന്താ കാര്യം? സ്നേഹം ആത്മാർത്ഥമാണ്. When love is genuine, inconvenience becomes sacrifices. എന്നിട്ടോ sacrifice becomes joy. ആ ബലിയർപ്പണം ആനന്ദമാകും. അതുകൊണ്ടല്ലേ നമ്മൾ ചില മനുഷ്യരെ കാണാറില്ലേ, നമ്മുടെ കണ്ണിലൂടെ നോക്കുമ്പോണ്ടല്ലോ അവരുടെ ജീവിതം മുഴുവൻ സ്ട്രഗിളാണ്, അവരെല്ലാവരും കൂടെ വേദനിപ്പിക്കുകയാണെന്നൊക്കെ നമുക്ക് തോന്നും. അപ്പം നമ്മൾ വലിയ സഹതാപത്തോടെയൊക്കെ അവരോട് ചോദിച്ചു കളയും, എങ്ങനെ പറ്റുന്നു ഇതെല്ലാം കൂടെ? വലിയ സ്ട്രഗിളല്ലേ, ഇറങ്ങിപ്പോയിന്നൂടെ, മാറി നിന്നൂടെ എന്നൊക്കെ നമുക്ക് ചിലപ്പോൾ ചോദിക്കാൻ തോന്നും. കാരണം നമ്മുടെ കാഴ്ച ലോകത്തിൻ്റെ കാഴ്ചയാണല്ലോ, നമ്മുടെ കാറ്റഗറീസ് എർത്തിലി കാറ്റഗറീസ് ആണല്ലോ. അപ്പം അവർ പറയും, ഉള്ളിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ അവർക്ക് പറ്റിയില്ലെങ്കിലും അവരുള്ളിൽ പറയുന്നുണ്ട്, എനിക്ക് ഈ പരിമിതികൾ എൻ്റെ ബലിയർപ്പണമാണ്, ഈ ബലിയർപ്പണം എനിക്ക് ആനന്ദം തരുന്നുണ്ട്. പരിശുദ്ധ കുർബാന അർപ്പിക്കുമ്പോൾ സമാധാനം കിട്ടുന്നു, ആനന്ദം കിട്ടുന്നുവെന്ന് പറയുന്നവർ ഓർക്കേണ്ടത്, ആത്മാർത്ഥതയോടെ നീ ചില പരിമിതികളെ, ഇൻകൺവീനിയൻസിനെ, അസൗകര്യങ്ങളെ ഏറ്റെടുക്കുമ്പോൾ, ആത്മാർത്ഥതയുള്ള സ്നേഹത്തിൽ നീ ചില പരിമിതികളെ ഏറ്റെടുക്കുമ്പോൾ നീ ബലിയർപ്പിക്കുകയാണ്. അതുതന്നെയാണ് ഈശോയുടെ കുരിശിലെ ബലിയർപ്പണവും. നമ്മൾ നോക്കുമ്പോൾ ആണി അടിച്ചു കയറ്റുന്നു, ചാട്ടവാറിൻ്റെ പ്രഹരമേൽക്കുന്നു, മുൾക്കിരീടം ധരിക്കുന്നു. When love is genuine, inconvenience becomes sacrifice. And sacrifice is joy. Sacrifice becomes joy. ആ ബലിയർപ്പണമാണ് അയാളുടെ ആനന്ദമെന്ന് ഓർക്കണേ. വിശുദ്ധി എന്ന് പറയുന്നത് എൻ്റെ പ്രിയമുള്ള ദൈവജനമേ, ഇറ്റ്സ് നോട്ട് അബൌട്ട് എക്സ്ട്രാ ഓർഡിനറി വിഷൻസ് ഓർ മിറക്കുലസ് എക്സ്പീരിയൻസ്. ഇത് അതിസ്വാഭാവിക ദർശനങ്ങളും അത്ഭുത പ്രവൃത്തികളും മാത്രമാണ് വിശുദ്ധി എന്ന് ധരിച്ചു പോകരുതേ. ഇവിടെ മറിയം പഠിപ്പിക്കുന്നു, വിശുദ്ധിക്ക് വളരെ ലളിതമായ ഒരു മാനമുണ്ടെന്ന്. മലഞ്ചെരുവിലുള്ള എലിസബത്തിനെ കാണാൻ പോയ മറിയം പഠിപ്പിക്കുന്നത്, വിശുദ്ധി എന്നത് ടേക്കിംഗ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ് ഫോർ സംവൺസ് ഗുഡ്. മറ്റൊരാളുടെ നന്മയ്ക്കായി ഒരു ചുവടെടുത്ത് വയ്ക്കുന്നത് വിശുദ്ധിയാണ്. അത് നന്മയാണ് എന്ന് തിരിച്ചറിയണം. മറിയം ആ വീട്ടിൽ ചെന്ന് ഒരാശംസ പറഞ്ഞു, ഒരു അഭിവാദനം അവൾ അർപ്പിച്ചു, എ കൈൻഡ് ഓഫ് ഗ്രീറ്റിംഗ്. ആ അഭിവാദനത്തിൽ എന്തൊരു മാറ്റമാണ് ആ വീട്ടിൽ സംഭവിച്ചത്. ലൂക്ക 1:41 മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി, എലിസബത്ത് പരിശുദ്ധാത്മാവ് നിറഞ്ഞവളായി. അതായത് ഒരു അഭിവാദനം, വൺ ഗ്രീറ്റിംഗ്, വൺ പ്രസൻസ്. ആരുടെ പ്രസൻസ്? മറിയത്തിൻ്റെ ഉള്ളിലുള്ള മിശിഹായുടെ സാന്നിധ്യം. വൺ ഗ്രീറ്റിംഗ്, വൺ പ്രസൻസ്, 2 മിറക്കിൾസ്. ഏതൊക്കെയാ 2 മിറക്കിൾസ്? ഒന്ന്, എലിസബത്ത് പരിശുദ്ധാത്മാവിൽ നിറയുന്നു, ഉദരത്തിൽ കുഞ്ഞ് കുതിച്ച് ചാടുന്നു. ഒരു സാന്നിധ്യം, ഒരു അഭിവാദനം വരുത്തുന്ന മാറ്റമാണ്. ഇതിനെക്കുറിച്ച് സഭാപിതാക്കന്മാർ പറയുന്നത്, ഇതാണ് സ്നാപക യോഹന്നാൻ്റെ ആദ്യത്തെ പ്രവാചക ദൗത്യമെന്നാണ്. മിശിഹായെ ലോകത്തിന് പരിചയപ്പെടുത്താൻ വന്ന
യോഹന്നാൻ മാംദാന, ജോൺ ദ ബാപ്റ്റിസ്റ്റ്, സ്നാപക യോഹന്നാൻ അധരം കൊണ്ട് മിശിഹായെ ഏറ്റുപറഞ്ഞവൻ അതിനു മുമ്പേ ദാ ആനന്ദം കൊണ്ട് കുതിച്ചു ചാടി മിശിഹായുടെ സാന്നിധ്യത്തെ ഏറ്റുപറയുന്നു. ജോർദാൻ നദിയിൽ ലോകത്തിന് മിശിഹായെ പരിചയപ്പെടുത്തി കൊടുത്തവൻ ഇതാ ഇപ്പോൾ അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ട് മിശിഹായെ ഏറ്റുപറയുന്നു. മിശിഹായെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കാൻ നിയോഗം കിട്ടിയവൻ സ്നാപക യോഹന്നാനാണ്. ആ സ്നാപക യോഹന്നാൻ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ കിടന്നുകൊണ്ടേ ആ ദൗത്യം ആരംഭിക്കുന്നു. മിശിഹാ സാന്നിധ്യം തിരിച്ചറിഞ്ഞ് അമ്മയുടെ വയറ്റിൽ കിടന്ന് അവൻ ആനന്ദ നൃത്തം ചവിട്ടുന്നു. എലിസബത്ത് പറയുന്നൊരു മറുപടിയുണ്ട്. എലിസബത്ത് പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്തു വരാനുള്ള ഈ ഭാഗ്യം എനിക്ക് എവിടെ നിന്ന്? ഇതിന് സമാനമായൊരു വാക്യം 2 സാമുവേൽ 6-ാം അധ്യായം 9-ാം വാക്യം നിങ്ങളുടെ ബൈബിളിൽ എടുത്ത് അടയാളപ്പെടുത്തണേ. 2 സാമുവേൽ 6:9. അന്ന് ദാവീദിന് കർത്താവിനോട് ഭയം തോന്നി. കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് കൊണ്ടുവന്നാൽ എന്ത് സംഭവിക്കുമെന്ന് അവൻ ചിന്തിച്ചു. അവിടെ എലിസബത്ത് പറയുന്നു, എൻ്റെ കർത്താവിൻ്റെ അമ്മ എൻ്റെ അടുത്ത് വരാൻ എനിക്കെന്തു ഭാഗ്യം. ഇവിടെ ദാവീദ് പറയുന്നു, കർത്താവിൻ്റെ പേടകം എൻ്റെ അടുത്ത് വന്നാൽ എനിക്കെന്ത് സംഭവിക്കും. സീ ദ സിമിലാരിറ്റി. അവിടെ വാഗ്ദാന പേടകം, ഇവിടെ മറിയം എലിസബത്തിനെ തേടി വരുന്നു. അവിടെ യൂദയായിലെ മലമ്പ്രദേശം, ഇവിടെയും യൂദയായിലെ മലമ്പ്രദേശം. അവിടെ ദാവീദ് വാഗ്ദാന പേടകത്തിന് മുമ്പിൽ ആനന്ദ നൃത്തം ചവിട്ടുന്നു. ഇവിടെ സ്നാപക യോഹന്നാൻ അമ്മയുടെ ഉദരത്തിൽ തന്നെ സന്തോഷത്താൽ കുതിച്ച് ചാടുന്നു. അവിടെ ഓബദ് ഏദോമിൻ്റെ വീട്ടിൽ 3 മാസം വാഗ്ദാന പേടകം ഇരിക്കുന്നു. ഇവിടെ എലിസബത്തിൻ്റെ വീട്ടിൽ 3 മാസം മറിയം ശുശ്രൂഷ ചെയ്യുന്നു. മറിയം വാഗ്ദാന പേടകമാണെന്ന് നമ്മൾ ഇന്നലെ ധ്യാനിച്ചതിൻ്റെ തുടർച്ചയായി ഇതിനെ കരുതുക. ഇന്നത്തെ ധ്യാനത്തിൻ്റെ പ്രായോഗിക തലത്തിലേക്ക്, പ്രാക്ടിക്കൽ സൈഡിലേക്ക് നമുക്ക് വരാം. നമ്മളിന്ന് ധ്യാനിച്ച ഈ സന്ദർശനത്തിൻ്റെ രഹസ്യത്തെ, ദ മിസ്റ്ററി ഓഫ് വിസിറ്റേഷൻ. മറിയം ഈശോയെയും കൂട്ടി എലിസബത്തിൻ്റെ വീട്ടിൽ ചെന്നത്, അവിടെ ആനന്ദം നൽകിയത്, അതാണ് ദ മിസ്റ്ററി ഓഫ് വിസിറ്റേഷൻ. സന്ദർശനത്തിൻ്റെ, മറിയത്തിൻ്റെ സന്ദർശനത്തിൻ്റെ ഈ രഹസ്യത്തെ നമുക്ക് ധ്യാനിക്കാം. നമ്മൾ ചോദിക്കേണ്ടത്, നമ്മുടെ ജീവിത സാഹചര്യങ്ങളിൽ മറ്റുള്ളവരിലേക്ക് മിശിഹാനിക ആനന്ദം, മെസയാനിക് ജോയ് കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? ഇനി ഞാൻ പറയുന്ന കാര്യം വളരെയധികം ശ്രദ്ധയോടെ കേൾക്കണം. ഇത് പറ്റുമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പറഞ്ഞു കൊടുക്കുകയും വേണം. ഇന്ന് നമ്മുടെ ക്രിസ്ത്യൻ പാരൻറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് 2 തരത്തിലുള്ള പാരൻറ്റിങ് കാണാൻ പറ്റും. ഇത് 2 അല്ലാതൊരു 3 ശ്രദ്ധിക്കപ്പെടും. ഒന്ന്, കുട്ടികളുടെ ആത്മീയ വളർച്ചയിൽ ഒട്ടും ശ്രദ്ധിക്കാത്തവർ. ചിലപ്പോൾ നമുക്ക് സങ്കടം തോന്നും. അവരെ പ്രാർത്ഥനകൾ പഠിപ്പിക്കുന്നില്ല, പള്ളിയിൽ കൊണ്ടുപോകുന്നില്ല, കൂദാശകളിൽ ശ്രദ്ധയില്ല, വചനം വായിക്കാറില്ല, അവരോടൊപ്പം ഇരുന്ന് ഈശോയെക്കുറിച്ച്, ദൈവാനുഭവത്തെക്കുറിച്ച് പങ്കുവയ്ക്കാറില്ല. അപ്പോൾ കുട്ടികൾക്ക് അത്തരമൊരു ഓപ്പണിങ് കംപ്ലീറ്റ്ലി മിസ്സിങ് ആവുകയാണ്. ഈശോയെ അറിയാനോ അനുഭവിക്കാനോ ഒട്ടും അവർക്ക് പറ്റാതെ പോകുന്നുണ്ട്. അതാണ് ഒരു എക്സ്ട്രീം ടൈപ്പ്, ഒരു ശൈലിയിലുള്ള പാരൻറ്റിങ്. മറ്റൊന്ന് മറ്റേ എക്സ്ട്രീമാണ്, അതും അപകടമാണ്. അതും നമ്മൾ കാണുന്നുണ്ട്. അതായത് വല്ലാണ്ട് കുഞ്ഞുങ്ങളുടെ മേൽ സ്പിരിച്വാലിറ്റി ഇമ്പോസ് ചെയ്യുന്നവർ. സ്പിരിച്വാലിറ്റി ഇൻ ദ സെൻസ് പ്രാർത്ഥനകൾ, 100,000 പ്രാർത്ഥനകൾ, ദൈർഘ്യമുള്ള പ്രാർത്ഥനാ നേരങ്ങൾ, ഒത്തിരി സ്ഥലത്ത് പോയി ധ്യാനങ്ങൾ, ഭയങ്കര കുട്ടികളുടെ ശൈലിക്ക് ചേരാത്ത ഒരു കൈൻഡ് ഓഫ് ടോർച്ചറിങ് എക്സ്പീരിയൻസ്, ഇഷ്ടം പോലെ വചനങ്ങൾ അവരെ ഇങ്ങനെ പഠിപ്പിക്കുന്നു. ഇതെല്ലാം കൂടെ വരുമ്പോൾ ചിലപ്പോൾ തോന്നും അത് ഇൻഅപ്രോപ്രിയേറ്റ് അല്ലേ, പ്രപ്പോർഷൻ തെറ്റി അവരുടെ പ്രായത്തിന് നിരക്കാത്ത വിധത്തിൽ ചിലപ്പോൾ ഇത് അടിച്ചേൽപ്പിക്കുന്നവരും ഉണ്ട്. അവരുടെ അജ്ഞത കൊണ്ട് ചെയ്യുന്നതായിരിക്കും മാതാപിതാക്കൾ, ഉദ്ദേശം കറക്റ്റുമായിരിക്കും, ഇൻറ്റൻഷൻ മേ ബി റൈറ്റ്. പക്ഷെ അപ്പോഴും ഇതുണ്ടാക്കുന്നൊരു നെറ്റ് റിസൾട്ടുണ്ട്. അതായത് ഞാൻ കണ്ടിട്ടുണ്ട്, അത്തരം പരിശീലനം കിട്ടിയ, അങ്ങനെ ചെറുപ്പകാലത്ത് ഒത്തിരി പ്രാർത്ഥിപ്പിച്ച മാതാപിതാക്കൾ, ഒത്തിരി പ്രാർത്ഥിപ്പിച്ച കുട്ടികൾ പലരും ഒരു പ്രായം എത്തിക്കഴിയുമ്പോൾ ഇതിനോടൊക്കെ ഒരു അകല വിടുകയാണ്.
അപ്പോൾ ഇവർക്കും അത് വലിയ ട്രോമയാണ് ഈ പേരൻസിന്. ദൈവമേ, ഇത്രയും ഞാൻ പ്രാർത്ഥന പഠിപ്പിച്ച, ഇത്രയും ഞാൻ എല്ലാം ചെയ്യിപ്പിച്ച കൊച്ചെന്താ ഈ അകന്നകന്നു പോകുന്നത്? അവിടെ 2-3 സംശയങ്ങളുള്ളത്. ഒന്ന്, നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാകരുത് കുഞ്ഞുങ്ങളെ പ്രാർത്ഥിക്കാൻ പഠിപ്പിക്കുന്നത്. കുട്ടികൾക്ക് ഇത്ര വചനം അറിയാം, ഇത്ര സ്ഥലത്ത് ധ്യാനം കൂടിച്ചു, ഇത്ര സ്ഥലത്ത് പ്രാർത്ഥിക്കാൻ കൊണ്ടുപോയി, അത് നമ്മുടെ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടി ആകരുത്. മറിച്ച് എപ്പോഴും നമ്മൾ പരിശോധിക്കണം. ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ട്, വെദർ ദ കിഡ്സ് ആർ എൻജോയിങ് ഇറ്റ്. അതായത് നമ്മളിലുള്ള മിശിഹായുടെ സാന്നിധ്യത്തിൻ്റെ ആനന്ദം കുഞ്ഞുങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ? നമ്മൾ മറിയത്തെ പോലെ ആകണമെന്ന് ഓരോ അപ്പനും അമ്മയും മറിയത്തെ പോലെ ആകണം. എന്താ അത്? നമ്മുടെ ഉള്ളിൽ മിശിഹായ ഉണ്ടെങ്കിൽ സ്നാപകനെ തുള്ളിക്കളിപ്പിക്കേണ്ട, സ്നാപകൻ തന്നെ കുതിച്ച് ചാടിക്കൊള്ളും. നമ്മുടെ ഉള്ളിൽ മിശിഹായ ഉണ്ടെങ്കിൽ ആ മിശിഹ ഉള്ളതിൻ്റെ ആനന്ദം അപ്പന് അമ്മയ്ക്ക് അവരുടെ ദാമ്പത്യ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ആ കുടുംബത്തിൽ നിറയാൻ പോകുന്ന ആനന്ദത്തിന് അതിരുണ്ടാകില്ല. ആ കുഞ്ഞുങ്ങൾ അപ്പൻ്റെയും അമ്മയുടെയും ഈ ആനന്ദ വലയത്തിൻ്റെ ഉള്ളിലായിരിക്കും. ആനന്ദാനുഭവമായിട്ട് ക്രിസ്ത്യാനിറ്റി മാറണം. ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾ അബൌട്ട് ജോയ്. ക്രിസ്ത്യാനിറ്റി ഈസ് ഓൾ അബൌട്ട് ദ സെലിബ്രേഷൻ ഓഫ് ദ റിയലൈസേഷൻ ഓഫ് ദ പ്രസൻസ് ഓഫ് മെസയ. മിശിഹായുടെ സാന്നിധ്യത്തിൻ്റെ തിരിച്ചറിവിൻ്റെ ആഘോഷമാകണം ക്രിസ്ത്യാനിറ്റി. അത്തരമൊരു ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി കുടുംബങ്ങളിൽ കുഞ്ഞുങ്ങളിലേക്ക് പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയണ്ടേ? ഇവിടെ മറിയത്തിൻ്റെ പ്രത്യേകത എന്നറിയാമോ? നോ പെർഫോമൻസ്, 0 പെർഫോമൻസ്. ഇന്ന് മുഴുവൻ പെർഫോമൻസ് ആയിട്ട് മാറുമ്പോൾ മറിയം ചെന്ന് ഒരു അഭിവാദനം, ഒരു ഗ്രീറ്റിംഗ്, മറിയത്തിൻ്റെ അഭിവാദനം. ഈശോയുടെ ഒരു അത്ഭുതം അവിടെ നടന്നിട്ടില്ല, ഈശോ ഒരു പ്രസംഗം പറഞ്ഞിട്ടില്ല, ഈശോയുടെ സ്വരം മുഴങ്ങിയിട്ടില്ല. പക്ഷേ ഈശോ ഉള്ളിലുള്ള മറിയത്തിൻ്റെ സാന്നിധ്യം, ദാറ്റ് വാസ് ഇനഫ്. അത് ആ കുടുംബത്തിൽ തന്നെ എന്തൊരു മാറ്റം കൊണ്ടുവന്നു. അതാണ് കൽക്കട്ടയിലെ മദർ തെരേസ അമ്മയുടെ സിസ്റ്റേഴ്സിനോട് പറഞ്ഞു കൊടുക്കുമായിരുന്നൊരു കാര്യം. നിങ്ങൾ സഞ്ചരിക്കുന്ന സക്രാരികളാകണം. യു മസ്റ്റ് ബി ട്രാവലിംഗ് ടാബർനാക്കിൾസ്. സഞ്ചരിക്കുന്ന സക്രാരികളാകണം. ഓരോ ക്രിസ്ത്യാനിയും സഞ്ചരിക്കുന്ന സക്രാരിയായി മാറണം. ഓരോ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ചോദിക്കേണ്ട ഒരു ചോദ്യമുണ്ട്, വാട്ട് ഡു ഐ ക്യാരി ടു ദ വേൾഡ്? വാട്ട് ഡു ഐ ക്യാരി ടു ദ വേൾഡ്? ലോകത്തിലേക്ക് ഞാൻ എന്താണ് ഈ വഹിച്ചു കൊണ്ടുപോകുന്നത്? ലോകത്തിലേക്ക് ഞാൻ എന്താണ് ഈ വഹിച്ചു കൊണ്ടുപോകുന്നത്? എൻ്റെ ഉത്കണ്ഠ, എൻ്റെ ഭയം, എൻ്റെ വെറുപ്പ്, എൻ്റെ നിരാശ, എൻ്റെ കോപം, എൻ്റെ അസൂയ, എന്തിനെയാണ് ഞാൻ ലോകത്തിലേക്ക് ഈ വഹിച്ചു കൊണ്ടുപോകുന്നത്? അധരങ്ങളിൽ പ്രാർത്ഥനയുണ്ടാകും, നാവിലെപ്പോഴും നാമജപങ്ങളുണ്ടാകും. പക്ഷെ അപ്പോഴും ഞാൻ ചുമന്നുകൊണ്ട് പോകുന്ന എന്താ? എൻ്റെ വെറുപ്പും ഭയവും, എൻ്റെ കലഹവും, എൻ്റെ കോപവും അസൂയയുമാണോ? അങ്ങനെയുണ്ടെങ്കിൽ അതല്ലേ മറ്റുള്ളവരിലേക്കും പകരപ്പെടുകയുള്ളൂ. നമ്മൾ ഓർക്കേണ്ടത്, ദ ഫസ്റ്റ് മിഷണറി നെവർ സ്പോക്ക് എ വേർഡ്. ആദ്യത്തെ മിഷണറിയായ പ്രേക്ഷിതയായ മറിയം ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. ഷീ ജസ്റ്റ് ക്യാരിഡ് ക്രൈസ്റ്റ്. അവളൊരു വാക്ക് പറഞ്ഞിട്ടില്ല, അവൾ മിശിഹായെ വഹിച്ചു കൊണ്ടുപോയതേ ഉള്ളൂ. ഇനി നമ്മൾ പറയുന്ന വാക്കുകളേക്കാൾ നമ്മൾ മിശിഹായെ വഹിക്കുന്നവരായി നമുക്ക് മാറണ്ടേ? നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവും ദൈവവുമായ ഈശോ മിശിഹായെ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു. ഈശോയെ, നിന്നെ വഹിക്കുന്നവരായി ഞങ്ങൾ മാറട്ടെ. നിന്നെ പേറുന്നതിൻ്റെ ആനന്ദം ഞങ്ങളിൽ നിറയട്ടെ. ആനന്ദം മറ്റുള്ളവരിലേക്ക് ഞങ്ങൾ പങ്കുവയ്ക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും എന്നും എക്കാലവും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.